കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷയോട് നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഒക്കെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന അടിപൊളി വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണി തന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ആദർശനോട് തുറന്നു പറയുകയാണ്. എന്തുകൊണ്ടാണ് താൻ അവിടെ ചാരിങ്ങാട്ട് വീട്ടിൽ വന്നിട്ട് ഗൗരിയോട് അങ്ങനെയൊക്കെ പെരുമാറിയത്, അതെന്താന്നുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഗൗരി ശങ്കരനും തമ്മിലുള്ള ആ സ്നേഹബന്ധത്തിന്റെ ആഴം കൂടുന്ന ആ ഒരു കാഴ്ചയൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണി എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്നുണ്ട്, പ്രൊഫസറുടെ വീട്ടിൽ വെച്ചിട്ട്, ഞാൻ എന്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയിട്ട് ഗൗരിയുടെ ഭക്ഷണം നിൽക്കാതെ ശേഖരേട്ടന്റെ അമ്മയുടെ ഭക്ഷണം നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഞാൻ ഗൗരിയെ രക്ഷിക്കാനാന്ന് പറയാം. നിങ്ങൾക്കത് ഇപ്പം മനസ്സിലാവില്ല, പക്ഷെ നാളെ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്ന പറയാം. പക്ഷെ പ്രൊഫസർക്കോ മുത്തശ്ശിക്കോ എന്താ വേണി പറഞ്ഞതിന്റെ പൊരുൾ എന്താന്ന് മനസ്സിലായില്ല. പിന്നീട് വേണി മുറിയിലേക്ക് കയറി പോവാ, ഫുഡ് പോലും കഴിക്കാതെ പോവാ. പ്രൊഫസറും ഫുഡ് കഴിക്കാതെ എഴുന്നേറ്റ് പോയി. അങ്ങനെ വേണി ചെന്ന് മുറിയിൽ പോയിരിക്കുന്ന സമയത്ത് ആദർശം കൂടെ വന്നു. ആദർശം ചോദിച്ചു, നീ എന്തിനാ വേണി അങ്ങനെയൊക്കെ പറഞ്ഞേ അച്ഛനോട്? അച്ഛൻ എന്തുമാത്രം വിഷമമെന്നറിയോ? അച്ഛൻ ഫുഡ് പോലും കഴിച്ചില്ല എന്ന് പറയും. ഓ, അപ്പൊ അച്ഛൻ ഫുഡ് കഴിക്കാത്തതുകൊണ്ടാ കുഴപ്പമില്ലേ? അപ്പൊ ഞാനും ഫുഡ് കഴിച്ചില്ലോ, പിന്നെ എന്റെ വീട്ടുകാരെ പറഞ്ഞ പിന്നെ എനിക്ക് നോവില്ലേന്ന് ചോദിക്കണം. അല്ല, നിന്റെ വീട്ടുകാർ തെറ്റ് ചെയ്തോണ്ടല്ലേന്ന് ചോദിക്കണം. ഓ, അപ്പൊ നിങ്ങളുടെ ഗൗരി അങ്ങോട്ട് പുണ്യവതി ആയിരിക്കുമല്ലേന്ന് ചോദിക്കണം. എന്റെ പൊന്നു വേണി, എനിക്ക് നിന്നോട് തർക്കിക്കാൻ പറ്റില്ല. നീ ഒരു കാര്യം ഒന്ന് ചിന്തിക്കണം. ഗൗരിയുടെ തെറ്റ് ചെയ്തിട്ടില്ല, ഗൗരിയുടെ ഭക്ഷണത്തെ ന്യായമുള്ളതെന്ന് പറയാണ്. അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആദർശേട്ടാ, പക്ഷെ ഞാൻ എന്തുകൊണ്ടാ എന്റെ വീട്ടുകാരുടെ ഭക്ഷണം നിന്നറിയോ? അത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു സമയം വരും. വേണിയുടെ ഉള്ളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗരിയുടെ ഭക്ഷണം പിടിക്കാൻ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഗൗരിയെ വീട്ടുകാരില്ലാതാക്കുമെന്ന് വേണിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് കമലേനെ വിട്ട് പരാതി പിൻവലിച്ച് ആ പരാതി പിൻവലിച്ചില്ലെങ്കിൽ പിന്നെ എന്തൊക്കെയാ മഹാദേവ് ചെയ്തു കൂട്ടുന്നതെന്ന് വേണിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാ, ഗൗരിനെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാ വേണി അങ്ങനെയൊക്കെ ചെയ്തേ. പക്ഷെ ബാക്കിയുള്ളവർക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല വേണിയുടെ നന്മ എത്രമാത്രമാണ്. എല്ലാരും നോക്കുമ്പോ വേണി കുടുംബത്തെ രക്ഷിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചു. അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുന്നേ, സ്വന്തം വീട്ടുകാർക്ക് പോലും ആ ചിന്ത ഉണ്ടായേക്കുന്നേ. പക്ഷെ വേണിയുടെ ഉള്ളിലെ ചിന്ത അതല്ലായിരുന്നു, ഗൗരിക്കൊന്നും സംഭവിക്കരുത് ഈ ഒരു പ്രശ്നത്തിന്റെ പേരില്. അതുകൊണ്ടാണ് ഗൗരിയെ രക്ഷിക്കാനായിട്ട് വേണി തുനിഞ്ഞിറങ്ങിയത് തന്നെ. പിന്നീട് ആദർശം പറഞ്ഞു, എനിക്ക് നിന്നെ ഒട്ടും മനസ്സിലാവുന്നില്ല വേണി, നീ എന്താ ചില സമയത്ത് കാണിച്ചു കൂട്ടുന്നതെന്നൊക്കെ. പെട്ടെന്ന് വേണി പറഞ്ഞു, അതെ ആദർശേട്ടാ, ആദർശൻ എന്നെ ഞാൻ പറയുന്നത് മനസ്സിലാകാതെ എന്തുകൊണ്ടാണെന്നറിയോ? എന്നെ ആദർശേട്ടൻ അത്രമാത്രം മനസ്സിലാക്കിയിട്ടുള്ളൂ. പക്ഷെ ഞാൻ ആദർശേട്ടനെ അങ്ങനെയല്ല. ഈ കുറഞ്ഞ നാളുകൊണ്ട് ഞാൻ ആദർശേട്ടനെ നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. നമ്മുടെ ജീവിതം ഒന്നല്ലേ ഉള്ളു ആദർശേട്ടാ, അത് നമ്മൾ നന്നായിട്ട് ജീവിക്കണ്ടേ, നന്നായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കണ്ടേ. എല്ലാരും ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അങ്ങനെയൊക്കെ പറഞ്ഞ് വേണി ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ആദർശോട് പറയുന്നുണ്ട്. ചില സമയത്ത് ആദർശം ഓർക്കും തന്നെക്കാളും കൂടുതൽ പരിജ്ഞാനം ഇവൾക്കുണ്ടെന്ന് എല്ലാ കാര്യത്തിലും. വിദ്യാഭ്യാസം കുറവാന്നുള്ളൂ, പക്ഷെ ചില കാര്യങ്ങളിൽ വേണി പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ സത്യമെന്ന് ആദർശനെ തന്നെ തോന്നിപ്പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ഗൗരി ആ പട വിഷമത്തിലായിരുന്നു. താൻ കാരണം ശങ്കർ എന്ന എല്ലാവരുമായിട്ട് വഴക്കുണ്ടാക്കിയത്. അങ്ങനെ ശങ്കർ നെഞ്ചിലേക്ക് പോയി പറ്റി ചേർന്ന് കിടക്കുവാണ് ഗൗരി. ശങ്കരോട് ചോദിച്ചു, ഞാൻ കാരണം ഒത്തിരി വിഷമമായില്ലേന്ന് ചോദിക്കണേ. ശങ്കർ, എന്തിന് എനിക്ക് വിഷമോ? ഈ സമയത്ത് ഞാനല്ലേ കൂടെ നിൽക്കേണ്ടത്? ഗൗരിയുടെ കൂടെ നിന്നില്ല പിന്നെ ആരാ നിൽക്കുന്നത്? ഭർത്താവ് എന്ന് പറഞ്ഞ് ഞാൻ നടക്കുന്നതിന് വല്ല അർത്ഥമുണ്ടോ? ഗൗരിയുടെ മനസ്സ് മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കണ്ടേന്ന് ചോദിക്കണം. ഗൗരി സോറി ഇട്ടോന്ന് വേണ്ട, അതിലൊന്നും സോറി പറയേണ്ട ആവശ്യമില്ല. അറിയാലോ, അമ്മയുടെ സ്വഭാവം അറിയാം. പിന്നെ എന്തിനാ ഗൗരി? ശരിക്കും അമ്മയ്ക്കൊരു അടി തന്നെ ഞാൻ കൊടുത്തത്. അപ്പോഴങ്ങനെ ഞാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുന്ന അറിയാലോ? നീ എന്നും അമ്മയുടെ കാൽക്കീഴിൽ അടിമയായിട്ട് കിടക്കേണ്ട വരും. നമ്മൾ ചില സമയത്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുത്തില്ലെങ്കിലേ അവിടെ നമ്മുടെ തലയിൽ കയറി ഇറങ്ങും ഗൗരി. പറയേണ്ട എന്താന്ന് വെച്ചാൽ അവിടെ വെട്ടിത്തുറന്ന് പറയണം. നിന്റെ ഭാഗത്ത് സത്യമുള്ളത് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്റെ കൂടെ നിന്നത്. എന്റെ വീട്ടുകാരെ എനിക്ക് അറിയാവുന്ന കാര്യമുള്ളൂ. ഇന്ന് ഇന്നലെ അല്ല ശേഖരേട്ടൻ കമലെടുത്ത് ഉപദ്രവിക്കാൻ തുടങ്ങിയത്. പാവം എത്രമാത്രം വേദന സഹിച്ചാൽ നിന്നെന്നറിയോ? പക്ഷെ ഇന്ന് ആ കുഞ്ഞു പോയത് അതെനിക്ക് ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അത് ഒരു ജീവനിലേ പോയത്. ഇത് എത്രാമത്തെ തവണ ശേഖരേട്ടൻ ഈ ക്രൂരകൃത്യം ചെയ്യുന്നത്? അമ്മയ്ക്കോ അച്ഛനോ ഒന്നും മനസ്സിലാവില്ല, പക്ഷെ എനിക്ക് മനസ്സിലാവും ഗൗരി. എനിക്ക് നിന്നെ മനസ്സിലാവും, കമലേടത്തിനെ മനസ്സിലാവും. ഞാൻ കമലേടത്തിനെ എന്റെ സ്വന്തം ചേച്ചിനെ പോലെ തന്നെ കാണുന്നത്. ആ ചേച്ചിക്ക് ഒരു വേദന വന്നാൽ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റുമോ? അത് ഈ കുടുംബത്തിലുള്ളവർ വേദനിപ്പിച്ചാൽ പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ നിന്റെ കൂടെ നിൽക്കുള്ളൂ എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഗൗരിക്ക് ഒരു സമാധാനമായത്. പിന്നീട് അവര് തമ്മിലുള്ള കുറെ പ്രണയ രംഗങ്ങളായിരുന്നു. കാരണം അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ശങ്കറിന്. അതുപോലെ തന്നെ ഇപ്പൊ ഗൗരി അത്രമാത്രം സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗൗരിക്ക് മനസ്സിലായി ഇനിയിപ്പം ശങ്കർ തന്റെ ഒപ്പം നിൽക്കും, തന്റെ എല്ലാ കാര്യത്തിനും കൂട്ട് നിൽക്കും, തെറ്റൊന്നും ചെയ്യാതെ സത്യസന്ധമായിട്ട് തന്നെയാണ് ശങ്കർ തന്നെ കൂടെ നിൽക്കുന്ന ഒരു തോന്നല് ഗൗരിയുടെ ഉള്ളിലും ഉണ്ടാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെ ഗൗരി അടുക്കളയിലേക്ക് ചെല്ലുവാണ്.
അടുക്കളയിലേക്ക് ചെന്നപ്പോ വേലക്കാരി എവിടെ ഉണ്ടായിരുന്നേ. വേലക്കാരി എന്നപ്പോഴത്തേക്കും ഗൗരി എന്ന ഓരോന്ന് പണിയൊക്കെ ചെയ്യാൻ ഉത്തരം പറഞ്ഞു. അതെ കൊച്ചമ്മ ഇവിടെ നിൽക്കണ്ട, അതെന്താന്ന് ചോദിക്കണം. അത് ഇവിടെ അടുക്കള കയറണ്ടെന്നാ പറഞ്ഞ. ആര് പറഞ്ഞ അടുക്കള കയറണ്ടെന്ന്? അത് ഇവിടുത്തെ കൊച്ചമ്മ പറഞ്ഞത്. ഓഹോ അങ്ങനെയാണോ? അത് പറയാൻ നീ ആരാ? ഇത് എന്റെ വീടിന്റെ അടുക്കള, ഈ വീട്ടിൽ അടുക്കള കയറണമെന്ന് തീരുമാനിക്കും ഞാനാന്ന് പറയണ. അതെ എന്നോടൊന്നും തോന്നരുത്, എന്നോട് പറഞ്ഞ കാര്യം ഞാനങ്ങ് പറഞ്ഞുള്ളൂ കേട്ടോ. ഇനിയിപ്പൊ അടുക്കള കയറിയതിന്റെ പേരിൽ ഇവിടെ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അതൊന്നും കേൾക്കാൻ പറ്റില്ല എന്ന് പറയും. ഓ അത്രയ്ക്കാണോ അങ്ങനെ? ഒരു കാര്യം ചെയ്യട്ടെ, അമ്മ ഒന്ന് പറയട്ടെ എന്ന് പറയണേ. ഈ സമയത്താണ് അങ്ങോട്ട് തങ്കച്ചി വരുന്നത്. തങ്കച്ചി വന്ന് ഗൗരി ചോദിച്ചു, അല്ലമ്മേ അമ്മ പറഞ്ഞായിരുന്നോ എന്നെ അടുക്കള കയറ്റണ്ടെന്നെങ്ങാനും? പെട്ടെന്ന് തങ്കച്ചിയൊന്നും മിണ്ടിയില്ല. അല്ല ഇവര് പറയുന്നു അമ്മ പറഞ്ഞു എന്നെ അടുക്കള കയറ്റണ്ടെന്ന് പറഞ്ഞു. അല്ല അത് അമ്മയോട് നേരിട്ടൊന്ന് ചോദിക്കണമല്ലോ. ഞാൻ പറഞ്ഞു അമ്മ എന്താണെങ്കിലും അങ്ങനെ പറയത്തില്ലെന്ന്. ശരിയാണോ അമ്മയെന്ന് ചോദിക്കണം. തങ്കച്ചി ആ പാടെ പെട്ടുപോയി. ഇനിയിപ്പൊ എന്താ മറുപടി പറയണമെന്ന് ഓർത്തുണ്ട്. തങ്കച്ചി ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇവര് ചുമ്മാ കള്ളത്തരം ഉണ്ടാക്കും അമ്മേ, നമ്മളെ രണ്ടുപേരും തെറ്റിക്കാനുള്ള വഴി ഉണ്ടാക്കുന്നേ. അമ്മയ്ക്കറിയാലോ. അമ്മേനെ എനിക്കൊരു കാരണവശാലും വിശ്വാസക്കുറവൊന്നുമില്ല. അമ്മേന്റെ എതിർത്ത് നിൽക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമല്ലേ. അതുകൊണ്ട് അമ്മ ഇനി അങ്ങനെയൊന്നും പറയൂലെന്ന് എനിക്കറിയാം. ഞാൻ അടുക്കള കയറി എന്റെ ജോലി തുടരട്ടെ എന്ന് പറഞ്ഞോണ്ട് ഗൗരി അടുക്കള കയറി തന്റെ ഓരോ ജോലികൾ അങ്ങ് തുടരുവാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് തങ്കച്ചിങ്ങ് പറഞ്ഞു കയറി. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ, അവളുടെ കയ്യിൽ ആ വീഡിയോസ് ഒക്കെ ഉണ്ട്. അതെങ്ങനെ അവള് സോഷ്യൽ മീഡിയ കയറ്റിയിട്ടുണ്ട്, ആകെപ്പാടെ വള്ളിയാകും. അതുകൊണ്ട് ഇപ്പൊ അവള് പറയുന്നൊക്കെ അനുസരിച്ച് നിന്നേ പറ്റുള്ളൂ. അവളെ എതിർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നാളെ എന്താ സംഭവിക്കുന്നു പറയാൻ പറ്റില്ല. അതൊക്കെ ഓർത്തിട്ട് തങ്കച്ചി അങ്ങോട്ട് വിഴുങ്ങുവാണ്. നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, എനിക്ക് എപ്പോഴും ഒരു അവസരം കിട്ടും, അപ്പൊ നിനക്കിട്ട് ഞാൻ പണി തന്നോളാം. അങ്ങനെ ഒരു ചിന്തയാണ് പിന്നീട് തങ്കച്ചിയുടെ ഉള്ളിലുണ്ടാകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ എല്ലാവർക്കും ആ വിശേഷങ്ങൾക്കായി കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.